ചില പുസ്തകങ്ങളുണ്ട്. അവ വെറുമൊരു കഥയല്ല, വായിച്ചു തീർന്നാലും നമ്മളെ വിട്ടുപോവില്ല. അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറും. അങ്ങനൊരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു നോവൽ. അത് ലോകത്തെ തന്നെ രണ്ട് ചേരിയിലാക്കി അതിന്റെ എഴുത്തുകാരന്റെ ജീവിതം തലകീഴായി മറിച്ചു. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ ശിവാഗോയെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരേ പുസ്തകം എഴുതിയതിന് ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി നോബൽ സമ്മാനം കിട്ടുന്നു. അതേസമയം അതേ പുസ്തകത്തിന്റെ പേരിൽ സ്വന്തം രാജ്യം അയാളെ ഒരു രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കുന്നു. എന്തൊരു വിചിത്രമായൊരു അവസ്ഥയാണല്ലേ. ഇതായിരുന്നു ബോറിസ് പാസ്റ്റർനാക് എന്ന എഴുത്തുകാരനും അദ്ദേഹത്തിന്റെ ഡോക്ടർ ശിവാഗോ എന്ന നോവലിനും സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് വെറുമൊരു പ്രണയകഥയ്ക്ക് ഒരേ സമയം ഇത്രയധികം സ്നേഹവും അതിനേക്കാൾ വലിയ വെറുപ്പും കിട്ടുന്നത്? എങ്ങനെയാണ് ഒരു പുസ്തകം ശീതയുദ്ധകാലത്ത് ഒരു രാജ്യത്തിനെതിരെയുള്ള ആയുധമായി മാറുന്നത്? വാ, നമുക്കിതിന്റെ പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം. അപ്പോ ഒരു നോബൽ സമ്മാനവും രാജദ്രോഹി എന്ന പേരും. ശരിക്കും പറഞ്ഞാൽ ഈ നോവലിനകത്തെ കഥയേക്കാൾ നാടകീയമായിരുന്നു അതിന്റെ പുറത്തുള്ള കഥ. അതായത് എഴുത്തുകാരനായ പാസ്റ്റർനാക്കിന്റെ ജീവിതം തന്നെ ആ നോവലിന്റെ ഒരു തുടർച്ച പോലെയായി മാറി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം എന്തിനെക്കുറിച്ചാണോ മുന്നറിയിപ്പ് നൽകിയത്, സോവിയറ്റ് ഭരണകൂടം അത് അക്ഷരം പ്രതി ശരിയാണെന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കൊടുത്തു. അതായത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയും സ്വന്തം അഭിപ്രായങ്ങളെയും ഒരു ഭരണകൂടം എത്രത്തോളം ഭയക്കുന്നു എന്നതിന് ജീവിക്കുന്നൊരു തെളിവായി മാറി ഡോക്ടർ ശിവാഗോ. അപ്പോ നമുക്ക് ഈ കഥയുടെ ഹൃദയത്തിലേക്ക് വരാം. അതാണ് യൂറി ശിവാഗോ. ചരിത്രത്തിന്റെ ഭ്രാന്തൻ തിരമാലകൾക്കിടയിൽപ്പെട്ട് സ്വന്തമായൊരു ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അതിലുപരി ഒരു കവിയുമാണ്. ശിവാഗോ ജീവിക്കുന്ന കാലഘട്ടം ഒട്ടും സാധാരണമായിരുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധം, അതിനു പിന്നാലെ ഫെബ്രുവരി വിപ്ലവം, പിന്നെ ഒക്ടോബർ വിപ്ലവം, പോരാത്തതിന് രക്തരൂക്ഷിതമായ ഒരു ആഭ്യന്തര യുദ്ധം. ചുരുക്കി പറഞ്ഞാൽ റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് ശിവാഗോയുടെ ജീവിതം. ആ ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോവുകയായിരുന്നു അയാൾ. അപ്പോ ആരാണ് യൂറി ശിവാഗോ? അയാളൊരു രാഷ്ട്രീയക്കാരനല്ല. അയാൾക്ക് വലിയ പ്രത്യയാശാസങ്ങളിലൊന്നും വലിയ താൽപ്പര്യമില്ല. പുറത്ത് വിപ്ലവം നടക്കുമ്പോഴും അയാൾ ശ്രദ്ധിച്ചത് സ്വന്തം ഉള്ളിലേക്കാണ്. അയാളൊരു ഡോക്ടറാണ്, ആളുകളെ ചികിത്സിക്കുന്നു, ഒരു കവിയാണ്, കവിതകൾ എഴുതുന്നു. അയാൾക്ക് വേണ്ടത് ഒന്നേയുള്ളൂ, വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ വിജയമല്ല. അപ്പോൾ ഇവിടെയാണ് ശരിക്കുള്ള സംഘർഷം തുടങ്ങുന്നത്. ഭരണകൂടവും ഒരു വ്യക്തിയുടെ ആത്മാവും തമ്മിലുള്ള പോരാട്ടം. ഒരു വശത്ത് എല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്ന ശക്തമായ ഭരണകൂടം, മറുവശത്ത് അതിനെയെല്ലാം അതിജീവിച്ച് സ്വന്തം വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ. ഇതൊരു ചെറിയ കാര്യമല്ല. രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ്. ബോൾഷെവിക് ഭരണകൂടം പറയുന്നു, സമൂഹമാണെല്ലാം, വ്യക്തി ഒന്നുമല്ല, എല്ലാവരും പാർട്ടി പറയുന്നത് പോലെ ചിന്തിക്കണം, പ്രവർത്തിക്കണം. പക്ഷേ ശിവാഗോ പറയുന്നത് നേരെ തിരിച്ചാണ്. സത്യം തുടങ്ങുന്നത് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ്. സ്വകാര്യ ജീവിതത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഈ രണ്ട് ചിന്തകൾ തമ്മിലുള്ള യുദ്ധമാണ് ഡോക്ടർ ശിവാഗോ. പാസ്റ്റർനാക്ക് വിപ്ലവത്തെ കാണുന്നത് ഒരു വിമോചനമായിട്ടല്ല, നേരെ മറിച്ച് അത് മനുഷ്യരിലെ മനുഷ്യത്വം ഇല്ലാതാക്കുന്ന ഒന്നായിട്ടാണ്. ഏതെങ്കിലും ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി മനുഷ്യരെ വെറും ഉപകരണങ്ങളാക്കി മാറ്റുന്നു. ഒരുതരം അടിമത്തം പോയി പകരം മറ്റൊരു തരം അടിമത്തം വരുന്നു, അത്രമാത്രം. ഇതിനെയാണ് നമ്മൾ വിമോചനമെന്ന് വിളിക്കേണ്ടത്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നോവലിൽ തന്നെയുണ്ട്. പാഷ ആൻറ്റിപ്പോവ് എന്ന കഥാപാത്രം നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, ഒരുപാട് ആദർശങ്ങളൊക്കെ ഉള്ളവൻ. എന്നാൽ വിപ്ലവത്തിന്റെ ഭാഗമായതോടെ അവൻ സ്ട്രെൽനിക്കോവ് എന്നറിയപ്പെടുന്ന ക്രൂരനായൊരു റെഡ് കമാൻഡറായി മാറുകയാണ്. പഴയ ഭാഷ മരിച്ചു. ഇപ്പോൾ പേരില്ല, വ്യക്തിത്വമില്ല, വികാരങ്ങളില്ല, വിപ്ലവത്തിന്റെ ഒരു ഉപകരണം മാത്രം. മനുഷ്യത്വം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഇതിലും നന്നായി കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ വെറുതെ ഒരു കവിത എഴുതുന്നത് പോലും എങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ കുറ്റകൃത്യമായി മാറുന്നത്? ശിവാഗോയുടെ കവിതകൾക്ക് എന്തായിരുന്നു ഇത്ര വലിയ കുഴപ്പം? പ്രശ്നം വളരെ ലളിതമായിരുന്നു. സോവിയറ്റ് ഭരണകൂടത്തിന്റെ അഭിപ്രായത്തിൽ കലയുടെ ലക്ഷ്യം വിപ്ലവത്തെ സേവിക്കുക എന്നതാണ്. അതായത് കല ഒരു പ്രചാരണ ആയുധമാണ്. പക്ഷെ പാസ്റ്റർനാക്ക് വിശ്വസിച്ചത് നേരെ തിരിച്ചാണ്. കല സേവിക്കേണ്ടത് സത്യത്തെയാണ്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല. കല ആർക്കുവേണ്ടി നിലകൊള്ളണം എന്ന ഈ ചോദ്യമാണ് പാസ്റ്റർനാക്കിനെ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടാക്കിയത്. നോവലിലെ തന്നെ വളരെ ശക്തമായൊരു വാചകമാണിത്. ദിവസവും നിങ്ങൾക്ക് തോന്നുന്നതിന്റെ വിപരീതം നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുക തന്നെ ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് ദിവസവും നുണ പറഞ്ഞ് ജീവിക്കുന്നത് ഒരു തരത്തിൽ സ്വയം നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ? പാസ്റ്റർനാക്കിന്റെ കാഴ്ചപ്പാടിൽ അതൊരു ആത്മീയ രോഗമാണ്.
ഇവിടെ വെച്ചാണ് കഥ പുസ്തകത്തിൽ നിന്ന് പുറത്തേക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുന്നത്. പുസ്തകം പുറത്തിറങ്ങിയതോടെ അതിലെ നായകനായ ഷിവാഗോ അനുഭവിച്ച അതേ ദുരിതങ്ങൾ എഴുത്തുകാരനായ പാസ്റ്റർനാക്കും അനുഭവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു ദുരന്ത നാടകമായി മാറി. അപ്പോ സംഭവിച്ചത് ഇതാണ്. ആദ്യം സോവിയറ്റ് യൂണിയന്റെ പ്രസാധകർ ഇത് രാഷ്ട്രീയമായ അപകടം പിടിച്ച പുസ്തകമാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ ആ കയ്യെഴുത്തുപ്രതി രഹസ്യമായി ഇറ്റലിയിലെത്തി അവിടെ അത് പ്രസിദ്ധീകരിച്ചു. ലോകം മുഴുവൻ ആ പുസ്തകം ആഘോഷിച്ചു. അതിന്റെ ഫലമായി 1958 പാസ്റ്റർനാക്കിന് നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു. പക്ഷേ സ്വന്തം ഗവൺമെന്റിന്റെ ഭീഷണിക്ക് വഴങ്ങി അദ്ദേഹത്തിന് ആ പുരസ്കാരം നിരസിക്കേണ്ടി വന്നു. എന്തൊരു ദുരന്തമാണത്! ഈ ഒരൊറ്റ നോവലിന് പാസ്റ്റർനാക്ക് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. പൊതുജനമധ്യത്തിൽ അദ്ദേഹത്തെ അവർ അപമാനിച്ചു, രാജ്യത്തുനിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതിലും ക്രൂരമായ കാര്യം, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവളെ ലേബർ ക്യാമ്പിലേക്ക് അയച്ചു. ശരിക്കും എഴുതിയ കഥാപാത്രത്തിന്റെ അതേ വിധി തന്നെയായിരുന്നു എഴുത്തുകാരനും. പക്ഷേ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവ്. അതെ, അമേരിക്കൻ ചാരസംഘടനയായ CIA അവരുടെ ഒരു ആഭ്യന്തര മെമ്മോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ പുസ്തകത്തിന് വലിയ പ്രചാരണ മൂല്യമുണ്ട്. സോവിയറ്റ് പൗരന്മാരെ അവരുടെ സർക്കാരിൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ട്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം ആയുധമായി അവർ ഡോക്ടർ ഷിവാഗോയെ കണ്ടു. അങ്ങനെ 1958 ബ്രസൽസിൽ നടന്ന ലോകമേളയിൽ വെച്ച് CIA ഈ പുസ്തകത്തിന്റെ ആയിരക്കണക്കിന് കോപ്പികൾ രഹസ്യമായി അച്ചടിച്ച് അവിടെ എത്തിയ റഷ്യക്കാർക്ക് വിതരണം ചെയ്തു. ഒന്നാലോചിച്ചു നോക്കൂ, എല്ലാത്തരം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും വ്യക്തിസ്വാതന്ത്ര്യത്തിനു മുകളിൽ പ്രതിഷ്ഠിക്കുന്നതിനെയും വിമർശിച്ചൊരു പുസ്തകം മറ്റൊരു രാഷ്ട്രം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. പാസ്റ്റർനാക്ക് ഒരിക്കലും ചിന്തിച്ചിട്ടുപോലും ഉണ്ടാവില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. ശരി, ഇതെല്ലാം ചരിത്രം. പക്ഷേ ഇത്രയധികം വർഷങ്ങൾക്കിപ്പുറം ഇന്ന് എന്തുകൊണ്ടാണ് ഡോക്ടർ ഷിവാഗോ എന്ന നോവൽ ഇപ്പോഴും ഇത്രയധികം പ്രസക്തമാകുന്നത്? എന്താണ് ആ പുസ്തകം നമ്മളോട് ഇപ്പോഴും പറയുന്നത്? കാരണം ഷിവാഗോ സംസാരിച്ച വിഷയങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും ഭരണകൂടങ്ങൾ കലയെയും സംസ്കാരത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ലേ? സത്യത്തിനു പകരം കള്ളപ്രചരണങ്ങൾ നമ്മൾ കാണുന്നില്ലേ? സമൂഹത്തിനു വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ആശയത്തിനു വേണ്ടി വ്യക്തികൾ ഒതുങ്ങിക്കൂടാൻ നിർബന്ധിക്കപ്പെടുന്നില്ലേ? ഷിവാഗോ ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഇന്നും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പഴയ കഥയല്ല, എക്കാലത്തേക്കുമുള്ളൊരു മുന്നറിയിപ്പാണ് എന്ന് പറയുന്നത്. അപ്പോ ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഏത് പ്രത്യയശാസ്ത്രമായാലും ശരി, അത് വലുതായാലും ഇടതായാലും, അത് മനുഷ്യനേക്കാൾ വലുതാകുമ്പോൾ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാകുമ്പോൾ അത് അപകടകരമായി മാറും. ഡോക്ടർ ഷിവാഗോ നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പും അതുതന്നെയാണ്. വ്യക്തിപരമായ മനസാക്ഷിയില്ലാതെ ചരിത്രമെന്നത് ഒന്നുമല്ല. സമഗ്രാധിപത്യത്തോടുള്ള പാസ്റ്റർനാക്കിന്റെ ഏറ്റവും ശക്തമായ മറുപടിയാണ് ഈ വാചകം. ചരിത്രമെന്നത് വലിയ ഭരണകൂടങ്ങളോ നേതാക്കന്മാരോ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നമ്മളെപ്പോലെയുള്ള ഓരോ സാധാരണ മനുഷ്യന്റെയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവിൽ നിന്നാണ്, അവരുടെ മനസാക്ഷിയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഒരൊറ്റ വ്യക്തിയുടെ ശക്തിയെക്കുറിച്ചുള്ള ഈയൊരു ചിന്ത ഒരുപക്ഷെ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട ഒന്നാണ്.